ഒരു മനുഷ്യന് പോലും എന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു കുറച്ച് നാൾക്ക് മുൻപ് വരെ. അത്രയും സീക്രട്ടായിട്ട് ഞാൻ നടന്നുകൊണ്ടിരുന്നത്. കാരണം എന്താ, എൻ്റെ കൂടെ നിൽക്കുന്ന ആളൊന്നും സ്പിരിച്വൽ അല്ല. ഞാൻ ഇവരുടെ സ്പിരിച്വൽ കഥ പറയുന്നതിൻ്റെ അർത്ഥമില്ല. ഇവരുടെ എല്ലാം സ്പിരിച്വാലിറ്റി മറ്റു പല സ്പിരിച്വാലിറ്റി 1 മണിക്കൂർ അമ്പലത്തിൽ എവിടെ പോയി നിന്ന് പള്ളിയിലോ പോയി നിന്ന് വാ നോക്കി വരുന്ന സ്പിരിച്വാലിറ്റി അതല്ലായിരുന്നു എൻ്റെ സ്പിരിച്വാലിറ്റി. ഞാൻ അങ്ങനെ അമ്പലത്തിലോ പള്ളിയിലോ പോകുന്ന ഒരു വ്യക്തിയല്ല. എൻ്റെ ഡിഫറൻറ്റാണ്. ഞാൻ ചിന്തിക്കുന്നതും ഞാൻ ചോദിക്കുന്നതായിട്ടുള്ള ഒരു ചോദ്യങ്ങൾക്കും എനിക്ക് ഇന്ന് വരെ ഒരു സ്പിരിച്വൽ ആൾക്കാർ എനിക്ക് ഉത്തരം തന്നിട്ടില്ല. ഒരു പള്ളിയിലച്ചന്മാർ എനിക്ക് ഉത്തരം തന്നിട്ടില്ല. അപ്പം തൊട്ടുള്ള സംശയമാണ്. അത് ഏത് പ്രായത്തിൽ മുതൽ 6-7 വയസ്സ് തൊട്ട് ഉണ്ടായിരുന്ന സംശയമാണ് എനിക്ക്. ആ സംശയങ്ങളെല്ലാം തീർന്നത് ഞാൻ കൃത്യമായ ഒരു ഹിന്ദു മതത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മെഡിറ്റേഷൻ പ്രോസസ്സ്. ഈശ്വരൻ, കൃഷ്ണൻ ആരാണ്, ഭഗവാൻ ആരാണ്, ദേവി ആരാണ്, ഈ ചൈതന്യം ആരാണ്, ഇതെല്ലാം എന്താണ്, ഇതെല്ലാം നമ്മളുമായി എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു, ഇതെല്ലാം നമ്മളെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മളെ എങ്ങനെ സഹായിക്കുന്നു, നമ്മുടെ കർമ്മം എന്താണ്, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല തുടങ്ങിയിട്ടുള്ളൊരു ബോധം വന്നത് ഞാൻ ഈ മേഖലയിലോട്ട് കടന്ന് എൻ്റെ ഗുരു സാന്നിധ്യം എനിക്ക് വന്നതിന് ശേഷമാണ്.